Hi friends, welcome to FALCON recipes. എല്ലാവരും സുഖമായി ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നും നമുക്ക് പുതിയൊരു റെസിപ്പിയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടർക്കിഷ് ബ്രെഡ് ആണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. അത് ഒരു 3 കപ്പ്. ഈ കപ്പിന് 3 കപ്പ് എടുത്തിട്ടുണ്ട്. 4 പേർക്കുള്ള ബ്രെഡ് ഉണ്ടാക്കാനായിട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ചുവന്ന മുളക് ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ചെറിയ ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള 1/2 ഗ്ലാസ് പാല്, 1/2 കപ്പ് പാല്, കുറച്ച് മല്ലിയില പൊടി പൊടിയായി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ബട്ടർ, ഡ്രൈ ഈസ്റ്റ്, പിന്നെ ഒലിവ് ഓയിൽ. ഇനി ഇത് ഞാൻ നേരത്തെ ഈസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറിയ ചൂടുവെള്ളം ചേർത്ത് അതിനെ ഫെർമെന്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഫെർമെന്റ് ചെയ്ത ഈസ്റ്റിന്റെ വെള്ളം ഇതിൽ ചേർത്ത്. ഇനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ എള്ള്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം അതിലേക്ക് ഇളം ചൂടുള്ള പാല് അത് മിക്സ് ചെയ്യാം. ഇനി നന്നായി അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ കൊണ്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചെറിയ ഇളം ചൂടുവെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്യണം. കാണുന്നവരെല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്ത് ആവുന്നതുവരെ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. എന്നാൽ ചപ്പാത്തി മാവിൻ്റെ നിന്നും കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുമ്പ് നമുക്ക് ശകലം ഒരു 2 ഡ്രോപ്പ് എണ്ണ കയ്യിലെടുത്ത് അതിന് ഡ്രൈ ആവാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്ത് തൂത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. ഓക്കെ, നമുക്ക് ആ ബ്രെഡിന് മുകളിൽ ബ്രഷ് ചെയ്യാനുള്ള സാധനം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു 2 സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. പൊടിയായി അരിഞ്ഞതേ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അതിനെ യോജിപ്പിച്ചിരിക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സാധനം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം.
നമുക്കിത് കട്ട് ചെയ്ത് പീസസ് ആക്കാം. ഇത് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ മാവ് എല്ലാം ഇങ്ങനെ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. ഇതിനായി കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇനി മൈദയിൽ മുക്കി നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് വെള്ളം കൊടുത്ത് പരത്തരുത്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത്, അതുപോലെ ഒരുപാട് ബലം കൊടുത്ത് പരത്തുകയും ചെയ്യരുത്. ഇതുപോലെ പരത്തിയെടുക്കണം. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ഓക്കെ, നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് മാവും പരത്തിയെടുത്തിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് വെക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമുക്കിനി ചുട്ടെടുക്കാം. നമുക്ക് പരത്തി ഒരു 5 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഇതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇടാം. ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം, കുമ്പളകളായി പൊങ്ങി വരുന്നത് കാണാം. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പൊങ്ങി വരും. തിരിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം, ചുട്ടെടുക്കാം. സൈഡൊക്കെ നന്നായി വേവണം. നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. ഇതിങ്ങനെ ബബിൾസ് വരുന്നത് വരെ നോക്കൂ. നന്നായി ബബിൾസ് വരുന്നത് വരെ വയ്ക്കിയതിന് ശേഷം തിരിച്ചിടാം. ഇതുപോലെ പൊങ്ങി വരും. വശങ്ങളൊക്കെ ഒന്ന് വേവാനായി ഒന്ന് ചരിച്ചു കൊടുക്കണം. നമ്മളിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് പുറത്ത് ഓരോന്നായി എടുത്ത് ഒലിവ് ഓയിലിന്റെയും മല്ലിയിലയുടെയും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത കൂട്ട് ഇതിന്റെ മുകളിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡിലും നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ടർക്കിഷ് ബ്രെഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇനി വേറൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം.